ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വലിയ പെരുന്നാളാണ്. അപ്പൊ രാവിലെ പെരുന്നാളല്ലേ, നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ഞാൻ രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. പിന്നെ എന്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്ന് സഹായിക്കണം. അപ്പൊ രാവിലെ കഴിക്കാനായിട്ട് ദോശയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് ദോശ ഇറച്ചിയാണ് കേട്ടോ രാവിലത്തെ. പിന്നെ ഞാൻ കറി ആച്ചുന്നുണ്ട്. കറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഏത്തക്കൊക്കെ ഇട്ടേ നല്ല മധുരമാണ്. അപ്പം അതൊന്ന് ഉണ്ടാക്കാം. അപ്പൊ അത് ഞാൻ കാണിക്കാവേ. അപ്പൊ ദോശ ഇറച്ചി. അപ്പൊ നമുക്ക് ആദ്യം ദോശ ഒന്ന് കണ്ടു കളയാം അല്ലേ. ദോശ കണ്ടോ, ദോശ ആദ്യം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, കറി ആച്ചാന് തേങ്ങ വേണം കേട്ടോ. തേങ്ങ പാലൊക്കെ എടുക്കണം. അപ്പൊ ഞാൻ തേങ്ങ തിരിങ്ങുവാണ്. എന്റെ ഇതാണ് തേങ്ങ തിരിഞ്ഞ് തരുന്നത് കേട്ടാ. എനിക്ക് കറി ആച്ചാനുള്ള കടലപ്പരിപ്പ് ഇങ്ങനെ കുക്കറിൽ ഇങ്ങനെ വേവുകയാണ് കേട്ടോ. കറി ആച്ചുന്നതിന് കടലപ്പരിപ്പ് ഇടുവേ, അതിങ്ങനെ വേവിച്ചെന്നെടുക്കും. ദോശ അങ്ങനെ തിരിച്ചിടുവാണ്. ഇനി എനിക്ക് കുക്കറിൽ താണ്ടെ കടലപ്പരിപ്പ് വെന്ത് വിസിലൊക്കെ കേൾക്കുന്നുണ്ട്. തേങ്ങ എനിക്ക് മിക്സിയിലിട്ട് അടിച്ച് അതിന്റെ പാലെടുക്കണം കേട്ടോ. ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കണം കറി ആച്ചാനായിട്ട്. ഞാൻ തേങ്ങ മിക്സിയിലിട്ട് അടിക്കാൻ പോവാട്ടെ. നമുക്ക് ഒന്നാം പാലെടുത്തേണ്ട, ഇത് ഒന്നാം പാലെടുക്കുക. ഞാൻ മിക്സിയിൽ അടിച്ചതിന് ശേഷം അതൊരു അരിപ്പയിലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞേണ്ട. ഒന്നാം പാലെടുത്തു. ഇനി നമുക്ക് രണ്ടും മൂന്നും പാലെടുക്കാം. ഒന്നാം പാല് കണ്ടോ, ഒന്നാം പാലെടുത്ത് വെച്ച് ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ ഒഴിക്കാനായിട്ടാട്ടോ. രണ്ടാം പാല് കണ്ടോ, രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ മൂന്നാം പാലും കൂടെ എടുക്കുമ്പോൾ അച്ചാണേ മാവ് കുറച്ച് വേണം കേട്ടോ. അതിനകത്ത് കുറച്ച് നമുക്ക് കടിച്ചു തിന്നാനൊക്കെ കുറച്ച് സാധനങ്ങൾ വേണ്ടേ. അപ്പൊ അതൊന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടാണ് മാവ് അതിനകത്തിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കേട്ടോ. അപ്പൊ ഈ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് അതൊന്ന് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതൊന്നല്ല, എനിക്കൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഷേപ്പിൽ പല പല ഷേപ്പിൽ ഞാൻ കുഴച്ചെടുക്കാറുണ്ട് മാവ് കേട്ടോ. ഉരുണ്ടയാക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് എടുത്ത് വെച്ച് ഇതിനകത്ത് നമുക്ക് ആ വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചതൊന്ന് ശരിയാക്കി നമുക്ക് ആ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചു. കറി ആച്ചാനുള്ള ഞാൻ പറഞ്ഞല്ലേ അരിമാവ്, ഇത് അരിമാവാട്ടാ. അരിമാവ് നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല വെട്ടി തിളച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് ഇങ്ങനെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതിന്റെ മെയിൻ സാധനം ഏത്തക്ക കറി എന്ന് പറയാം കേട്ടോ. ഏത്തക്ക ഇട്ടാണ് നമ്മൾ കറി ആച്ചുന്നത്. ഏത്തക്ക ഇല്ലെങ്കിൽ പിന്നെ കറി ആച്ചാക്കത്തില്ല. അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഏത്തക്ക. അതാണ്ട് ഈ ഏത്തക്ക നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഏത്തക്ക ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതൊന്ന് മൂന്നാം പാലിൽ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കണം ഏത്തക്ക കേട്ടാ. അപ്പൊ കറി ആച്ചാനുള്ള പാത്രം ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി നമുക്ക് മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. മൂന്നാം പാൽ ഒഴിച്ച് ഇതിനകത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് ഈ ഏത്തക്ക ഈ മൂന്നാം പാലിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. ഏത്തക്ക വേവിക്കുവാണ്. ഏത്തക്ക വെന്ത് വന്നിട്ടുണ്ട്. ഏത്തക്ക വെന്ത്. ഇനി നമുക്ക് നേരത്തെ ശരിയാക്കി വെച്ചിരിക്കുന്ന ഉരുണ്ട ഉണ്ടല്ലോ, ഉരുണ്ടകൾ ഓരോ ഷേപ്പിൽ വെച്ചിരിക്കുന്ന അതും കൂടെ ഇതിനകത്തേക്ക് തട്ടിയിട്ട് കണ്ടോ. ഇതും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് രണ്ടാം പാലും കൂടെ അങ്ങ് ചേർത്തു. അപ്പം ഞാൻ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തേ. നമുക്കിതൊന്ന് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഇതും കൂടെ ഒന്ന് വേവിച്ചെടുത്തു. നാടെ കടലപ്പരിപ്പ് ഞാൻ വേവിച്ച് വെച്ച് കുറച്ച് കടലപ്പരിപ്പ് ഉണ്ടോ വേവിച്ച് വെച്ചേക്കുക. അതും കൂടെ നമുക്ക് തട്ടി കൊടുക്കണം. കടലപ്പരിപ്പിന് നമുക്ക് ഇതിലേക്ക് കടലപ്പരിപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും. കടലപ്പരിപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇച്ചിരി കുറുകിയൊക്കെ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് അരിമാവൊന്ന് കലക്കി ഒഴിക്കണം കേട്ടാ. അപ്പൊ ഞാൻ അരിമാവൊന്ന് കലക്കി എടുക്കാൻ പോകും. മാവ് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏത്തക്കക്കറി നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടല്ലോ, നമുക്ക് ഇനി ലൂസാക്കി കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്ത് വെച്ച ഒന്നാം പാല് നമ്മൾ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ഒന്നാം പാല് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ നല്ല മണമൊക്കെ കിട്ടണ്ടേ. അപ്പോൾ ഞാൻ നല്ല ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ച്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നെയ്യിൽ വറുത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരി ഇതിലേക്ക് ചേർത്ത്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി വറുത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്ക കറി ശരിയായിട്ടുണ്ട്. സൂപ്പറായിട്ടാ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി. ഞങ്ങളെ പെരുന്നാൾ സ്പെഷ്യലാണ് കേട്ടോ.